ശ്രീമദ് ഭാഗവതം ക്ലാസ് 254 10ാമത്തെ സ്കന്ധത്തിൽ രണ്ടാം ഭാഗം. അതിൽ 52ാമത്തെ അധ്യായമാണ്. ജരാസന്ധനെ കബളിപ്പിച്ച് കൃഷ്ണൻ ദ്വാരകയിലേക്ക് പോകുന്നു. അപ്പോൾ നമുക്ക് കഥയിലേക്ക് വരാം. 1 ശ്രീ സുഗൻ പറയുകയാണ്, മുചുകുന്ദൻ ഇപ്രകാരം ശ്രീകൃഷ്ണനാൽ അനുഗ്രഹിക്കപ്പെട്ടവനായി ശ്രീ ഭഗവാനെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് ഗുഹാദ്വാരത്തിൽ നിന്നും പുറത്തു കടന്നു. അപ്പം മുചുകുന്ദൻ എന്നതിലൂടെ ന്യൂക്ലിയർ ബോംബ് അന്ന് പ്രയോഗിച്ചതിൻ്റെ കാര്യമാണ് പറയുന്നത്. ആ ന്യൂക്ലിയർ ബോംബിന് ന്യൂക്ലിയസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത്തരം ന്യൂക്ലിയസ് ആറ്റങ്ങളുടെ അകത്തുള്ളതാണ്. അതിനാണ് ആറ്റം ബോംബ് എന്നെല്ലാം പറയുന്നത്. ആറ്റത്തിൻ്റെ അകത്തുള്ള ന്യൂക്ലിയസിലെ പൊട്ടുമ്പോഴാണ് ആ സർവനാശം, ആ 2ാം ലോകമഹായുദ്ധത്തിൽ അത് പ്രയോഗിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് വലിയൊരു ശത്രുസേനയെ നിഗ്രഹിച്ചത്. പക്ഷേ ആ വസ്തു എന്ന് പറയുന്നത് സമ്പുഷ്ടമാക്കപ്പെട്ട യുറാനിയം പോലെയുള്ള വസ്തുവാണ്. അത് ഡീക്കേയിലൂടെ അവസാനം ഒരു സ്റ്റേബിൾ അവസ്ഥയിലേക്ക് എത്തും. റേഡിയോ ആക്റ്റീവ് വസ്തുക്കളെല്ലാം ഡീക്കേയിലൂടെ സ്റ്റേബിൾ അവസ്ഥയിലേക്ക് എത്തും. അപ്പം അതുവരെ അതിനെ പൊട്ടിത്തെറിക്കാനുള്ള കഴിവുകളെല്ലാം ഉണ്ട്. അതിനെ ആ തരത്തിൽ ഉപയോഗിക്കാം. അതുകൊണ്ടാണ് മുചുകുന്ദൻ പറഞ്ഞത്, എനിക്ക് അതിൽ നിന്ന് ആകെ വിങ്ങിപ്പൊട്ടിയിരിക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് ശാന്തി കിട്ടണം എന്ന് പറഞ്ഞപ്പോൾ കുറേ കാലം കഴിയുമ്പോൾ അത് ഡീക്കേ ചെയ്തിട്ട് സ്റ്റേബിൾ അവസ്ഥയിലേക്ക്, പിന്നെ കുഴപ്പമൊന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് വരും. അപ്പോൾ ആ ഒരു ഉപദേശമാണ് നൽകിയത്. അതുകൊണ്ട് മുചുകുന്ദൻ എന്ത് ചെയ്തു? ശ്രീകൃഷ്ണനെ പ്രദക്ഷിണം വെച്ചിട്ട് ഗുഹാധാരത്തിൽ നിന്ന് വെളിയിൽ കടന്നു. ഇതൊരു കഥാപാത്രമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അപ്പം മനുഷ്യരുടെ രൂപത്തിലാണ് കഥ പറയുക. അപ്പോൾ അങ്ങേക്ക് ആത്മീയത ചിന്ത വന്നു, ബ്രഹ്മസാക്ഷാത്കാരത്തിന് താല്പര്യം വന്നു, കൃഷ്ണനെ ആരാധിക്കാനല്ല പറഞ്ഞ. അപ്പോൾ അങ്ങ് വടക്കേ ഹിമാലയത്തിലേക്ക് പോകുന്ന മാതിരി കഥയിലൂടെ പറഞ്ഞു വെക്കും. ആ തരത്തിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? പുറത്ത് കടന്നപ്പോൾ ചുറ്റുമുള്ള ആളുകൾക്കും മൃഗങ്ങൾക്കും ലതകൾക്ക് എല്ലാം അളവ് വളർച്ച കുറവാണ്. എല്ലാവരും ചെറുതായിരിക്കുകയാണ്. ആളുകൾക്കൊന്നും ഹൈറ്റ് പോരാ. അപ്പോൾ അദ്ദേഹത്തിന് മതിയായി കലിയുഗമായിരിക്കുകയാണ്. ആദ്യം കൃതയുഗത്തിലെല്ലാം നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു. പിന്നെ കുറഞ്ഞു വന്നിട്ടാണ് ഈ കലിയുഗമാകുമ്പോൾ മനുഷ്യർ ചെറുതായി പോകുന്നത്. അദ്ദേഹത്തിന് മനസ്സിലായി കലിയുഗമായി ഇന്ന്. അതുകൊണ്ട് അതെന്ത് ചെയ്തു? നേരെ വടക്കോട്ടേക്ക് വിട്ടു, തപസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹിമാലയത്തിലേക്ക്. ഇനി 3 തപസ്സിൽ ശ്രദ്ധയോടുകൂടിയും ജിതേന്ദ്രിയനായും വിഷയത്തിൽ ആസക്തിരഹിതനായും സംശയമെല്ലാം കൈവിട്ടവനായും ചേർന്ന് അദ്ദേഹം എന്ത് ചെയ്തു? മനസ്സിനെ ശ്രീകൃഷ്ണ ഭഗവാനിൽ ഉറപ്പിച്ചിട്ട് ഗന്ധമാദനം എന്ന പർവ്വതത്തിലേക്ക് പോയി. അപ്പോൾ അത് വേറൊരു പർവ്വതത്തിലേക്ക് പോയി. ഗന്ധമാദനം എന്ന പർവ്വതം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ന്യൂക്ലിയസ് തന്നെയാണ്. വേദത്തിലെ പർവ്വതം പറയുമ്പോൾ പ്രപഞ്ചത്തിലുള്ള പർവ്വതങ്ങളുണ്ട്. ആറ്റത്തിൻ്റെ അകത്തേക്ക് കിടക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തുള്ള ന്യൂക്ലിയസ് ആണ് വലുത്, ബാക്കിയെല്ലാം ചെറുതാണ്, ഇലക്ട്രോൺ. അപ്പം ന്യൂക്ലിയസ് ആണ് വലുത്. അപ്പോൾ അതിനെ ഒരു പർവ്വതന്മാരി സാധാരണ പറയും. അപ്പോൾ അതിലേക്കാണ് പോയത്. ഇനി 4 നരനാരായണന്മാരുടെ വാസസ്ഥലമായ ബദര്യാശ്രമത്തിൽ എത്തിയ ശേഷം ശീതവും തണുപ്പും എല്ലാം സഹിച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? ശാന്തമായിട്ട് ശ്രീഹരിയെ ധ്യാനിച്ചു. അപ്പോൾ എവിടെയാണ് പോയത്? ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലാണ് പോയത്. അതിൻ്റെ അകത്താണ് ആരുള്ളത്? നരനാരായണന്മാരുടെ വാസസ്ഥലം. നരനാരായണന്മാർ എന്ന് പറയുമ്പോൾ പ്രപഞ്ചം ഉണ്ടാകുന്നതിനെക്കാട്ടി മുമ്പിൽ അവ ഒരു സമുദ്രം മാതിരി ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ്, അതായത് എനർജി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പ്രപഞ്ചത്തിൽ ഒന്നുമില്ല. പിന്നെ ആദ്യം എനർജി പ്രവഹിക്കുകയാണ് ചെയ്തത്. അതൊരു സമുദ്രം മാതിരിയുള്ള അവസ്ഥയാണ്. അവിടെയാണ് നരനാരായണന്മാരുണ്ടായിരുന്നത്. അതിൽ നിന്നാണ് ആറ്റം ഉണ്ടായത്, ന്യൂക്ലിയസ് ഉണ്ടായത്. അപ്പം ന്യൂക്ലിയസിൻ്റെ അടുത്താണ് ആരുണ്ടാവുക? നരനാരായണന്മാർ ഉണ്ടാവുക. ആ നിലയിൽ നരനാരായണന്മാരുടെ ആ സ്ഥലത്ത് അദ്ദേഹം പോയി തപസ്സിരുന്നു. അപ്പം പ്രപഞ്ചത്തിൽ എവിടെയാണ് ഈശ്വരനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ആറ്റത്തിലോട്ട് അങ്ങ് കയറി ചെന്ന് കഴിഞ്ഞാൽ ഇലക്ട്രോൺ പ്രോട്ടോൺ കാണും. പിന്നെ അവസാനം
ഈശ്വരനിലെത്തും. അല്ലെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ എടുക്കുകയാണെങ്കിൽ 7 ലോകങ്ങളുടെ നടുവിൽ 49 മരുത്തുക്കളുള്ളതിൽ നടുവിലുള്ള മരുത്തിലാണ് ഈശ്വരനുണ്ടാകുന്നത്. ഇനി 5 ശ്രീകൃഷ്ണൻ പിന്നെ എന്ത് ചെയ്തു എന്ന് പറയുകയാണ്. യവന സൈന്യത്താൽ 4 പുറവും വളയപ്പെട്ട മധുരാപുരിയിലേക്ക് വീണ്ടും വന്നു. ഇപ്പം കഴിഞ്ഞ കഥയിൽ നമ്മൾ കണ്ടു, ഇദ്ദേഹത്തിൻ്റെ മധുരനെ യവന സേന മുഴുവൻ വളഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ആ നാട്ടിലുള്ള ശ്രീകൃഷ്ണ മധുരാദേശത്തെ യവനസേന ചുറ്റും വളഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ആ നാട്ടിലുള്ള ജനങ്ങളെ മുഴുവൻ രക്ഷിച്ചിട്ടാണ് കൃഷ്ണൻ കൊണ്ടുപോയത്. എന്നിട്ടാണ് തിരിച്ചു വന്നത് ഈ സേനനെ കൊല്ലാൻ. ഇതുപോലെ തന്നെ ചരിത്രത്തിൽ നമുക്ക് കാണാം, റഷ്യ അതിൻ്റെ തലസ്ഥാനത്ത് നെപ്പോളിയൻ ആക്രമിക്കാൻ വന്നപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, റഷ്യയിലെ ഭരണാധികാരികൾ അന്നത്തെ ആൾക്കാർ ആ തലസ്ഥാനത്ത് നിന്ന് ആൾക്കാരെ എല്ലാം മാറ്റിയിട്ട് അവിടെ മുഴുവൻ കത്തി ചാമ്പലാക്കി കളഞ്ഞു. കഴിഞ്ഞാൽ പറഞ്ഞതാണ്, വെള്ളമില്ല ഒന്നുമില്ലാത്ത അവസ്ഥയിലാക്കി മാറ്റി. അപ്പം ശത്രുസേന കയറി പിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നപ്പോൾ എന്ത് പറ്റി, ഇവിടെ ഒന്നുമില്ല, കുടിക്കാൻ വെള്ളം പോലും ഇല്ല. അവസാനം ആകെ വലഞ്ഞു. കാരണം അന്നത്തെ മാതിരി അല്ലല്ലോ, പിന്നെ തിരിച്ചു പോകാന്നെല്ലാം പറഞ്ഞാൽ ഭയങ്കര പാടാണ്. ഇവിടെ ഒന്നുമില്ല. അപ്പോൾ അവരവിടെ കിടന്നിട്ട് നട്ടം തിരിഞ്ഞു. അപ്പോഴാണ് തിരിച്ചു പോകുന്നതിൻ്റെ ഇടയ്ക്ക് ശത്രുക്കൾ ഇവരെന്ത് ചെയ്തു, റഷ്യൻ പട്ടാളം അവരെല്ലാം കൊല്ലാൻ ശ്രമിച്ചത്. ആ ഒരവസ്ഥയാണ് ഇവിടെയും പറയുന്നത്. അതിന് സമാനമായ അവസ്ഥ തന്നെയാണ്. ശ്രീകൃഷ്ണൻ യവനസേനയാൽ 4 പുറവും വളയപ്പെട്ട മധുരാപുരിയിലേക്ക് വീണ്ടും വന്ന് ആ യവന സൈന്യത്തെ മുഴുവൻ കൊന്നൊടുക്കി. ഇവിടെ നല്ല ആൾക്കാരെ ഒളിപ്പിച്ചിട്ടാണ് അവിടെ കൊന്നത്. റഷ്യയിൽ നടന്നതും അത് തന്നെയാണ്. ആ പട്ടണത്തെ ആ തലസ്ഥാനത്ത് നിന്ന് ആളുകളെല്ലാം ഒളിപ്പിച്ചിട്ട് അവിടെ തീയിട്ട് നശിപ്പിച്ച് കളഞ്ഞു. ഒന്നുമില്ലാതെ മതി. അപ്പം വന്നവർക്കൊന്നും തിന്നാനും വെള്ളം പോലും കുളിക്കാനുള്ള ഒന്നുമില്ലാതെ ആയിപ്പോയപ്പോൾ അവരാകെ വിവശരായിട്ടാണ് അവരെയാണ് പിന്നെ അറ്റാക്ക് ചെയ്തിട്ട് കൊന്നത്. ചുറ്റും നിന്നുകൊണ്ട് അവർക്ക് പോകാനും വഴിയില്ല, ഒന്നുമില്ല, ആ അവസ്ഥയിലേക്ക് ആക്കി. അതുപോലെ ഇവിടെയും അത് ചെയ്തു എന്ന് പറയുകയാണ്. എന്നിട്ട് അവരുടെ ധനമെല്ലാം ദ്വാരകയിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ധനമെല്ലാം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ജരാസന്ധൻ അവിടെ വരുന്നത്. യവനനും ജരാസന്ധനും ഒന്നിച്ചു ചേർന്ന് കഴിഞ്ഞാൽ ആക്രമിക്കാൻ പറ്റില്ല എന്ന് വെച്ചിട്ടാണ് ജരാസന്ധൻ വരുന്നതിനെക്കാട്ടി മുമ്പിൽ ഇതെല്ലാം ചെയ്തതെന്ന് നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പം ജരാസന്ധൻ വന്നു. ജരാസന്ധൻ എങ്ങനെയാണ് വന്നത്? ശത്രുസേനയുടെ വേഗാധിപത്യത്തെ കണ്ടിട്ട്, വേഗമുണ്ട്, ഭയങ്കര ആധിപത്യം, ഭയങ്കര സേനയായിട്ടാണ് ജരാസന്ധൻ വന്നത്. 7 പറയുകയാണ്. അപ്പം കൃഷ്ണൻ എന്ത് ചെയ്തു? മനുഷ്യ സാധാരണമായ സ്വഭാവങ്ങൾ കാണിച്ചിട്ടുണ്ട്. മനുഷ്യരെ പോലെ പേടിച്ചിട്ട് ഓടുന്ന പോലെ വേഗത്തിൽ ഓടി. ഇനി 8 ഭീതിയില്ലാത്തവനാണെങ്കിലും, യഥാർത്ഥത്തിൽ കൃഷ്ണനും ബലരാമനും ഒന്നും ഇതില്ല, പേടിയില്ല. എങ്കിലും ഭയങ്കരം ധനുവല്ലായിട്ടാണ് അവിടുന്ന് അപഹരിച്ച ധനുവല്ലായിട്ട് വരുമ്പോഴാണ് ജരാസന്ധൻ വന്നത്. അപ്പോഴാ ധനമെല്ലാം അവിടെ ഇട്ടേച്ച് അവിടുന്ന് എടുത്തു കൊണ്ടുവരുന്ന എല്ലാ ധനവും അവിടെ ഇട്ടിട്ട് പേടിച്ച് വശംവദനായ പോലെ ഓടിക്കൊണ്ട് എന്ത് ചെയ്തു? വളരെ വേഗത്തിൽ എത്രയോ യോജനകൾ ഓടി എന്നാണ് പറയുന്നത്. ഇനി 9 ബലവാന്മാരായ രാമകൃഷ്ണന്മാരുടെ പ്രഭാവം എത്രയെന്ന് അറിയാത്ത ജരാസന്ധൻ. യഥാർത്ഥത്തിൽ ജരാസന്ധന് ഈ രാമകൃഷ്ണന്മാരുടെ ബലം എത്രയാണെന്നൊന്നും അറിയില്ല. പക്ഷെ ഇവരിങ്ങനെ ഓടുന്ന കണ്ടപ്പോൾ അദ്ദേഹത്തിന് എന്താ വന്നത്? ചിരിയാണ് വന്നത്. ഇത്രയും പേടിച്ചിട്ട് ഭീരുക്കളാണ് ഇവർ എന്ന നിലയിൽ ചിരിച്ചുകൊണ്ട് തേരും പടയുമായിട്ട് അതിൻ്റെ പിന്നാലെ അവരും പോയി. ഇനി 10 ഒട്ടകലത്ത് എത്തിയപ്പോൾ തളർന്ന് വശംവദരായ മാതിരിയായിട്ട് അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ, അടുത്ത് കണ്ട എക്കാലവും ഇന്ദ്രൻ മഴ പെയ്യിപ്പിക്കുന്ന വലിയൊരു കുന്നിൻ്റെ മേലെ കയറി പോയി. അവർ ആ മലയിൽ ഓടിക്കയറുന്നു എന്ന് വിചാരിച്ചിട്ട് ഇവരും എന്ത് ചെയ്ത്
ആ സ്ഥലത്തിൻ്റെ പ്രത്യേകതയൊന്നും അവർക്കറിയില്ല. ആർക്ക്? ജരാസന്ധന്. ഇവരാ മലയിൽ കയറിപ്പോകുന്ന കണ്ടു. സ്ഥലത്തിൻ്റെ പ്രത്യേകത ഒന്നും അറിയാത്ത അവർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ വിറകുകളെല്ലാം അതിൻ്റെ ചുറ്റുവിട്ടിട്ട് തീ പിടിപ്പിച്ചു, ദഹിപ്പിച്ചു. ആ മല മുഴുവൻ ദഹിപ്പിക്കുന്ന മാതിരി ദഹിപ്പിച്ചു. യഥാർത്ഥത്തിൽ കഥയിലാണ് വിറക് എന്നെല്ലാം പറയുക. യഥാർത്ഥത്തിൽ സംഭവിച്ചെന്താണെന്ന് നമുക്കറിയാം. ആ യുദ്ധത്തിൽ ബോംബുകൾ വർഷിച്ചിട്ടാണ്, സംശയം തോന്നുന്ന സ്ഥലത്തെല്ലാം ബോംബുകൾ വർഷിച്ചിട്ട് നശിപ്പിക്കുകയാണ് ചെയ്യുക. കഥയിൽ പറയുമ്പോൾ പലതരത്തിലും പറയും. അപ്പം നമ്മൾ കഥയിലൂട്ട് അതേപോലെ പിടിച്ചു പോകരുത്. അതിലെ ആശയമാണ് എടുക്കേണ്ടത്. ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇത്രയും വലിയ സേനയെ നേരിടാൻ പറ്റാതെ എന്ത് ചെയ്യും? തന്ത്രം ഉപയോഗിച്ചിട്ട് ആൾക്കാരെയെല്ലാം ആദ്യം മാറ്റും. എന്നിട്ട് തന്ത്രം ഉപയോഗിച്ചിട്ട് അവരെ കുറേയൊക്കെ പേരെ കൊല്ലും. ജരാസന്ധം വരുമ്പോൾ ഇതേപോലെ തന്ത്രം ഉപയോഗിച്ചിട്ട് രക്ഷപ്പെടും. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അന്നും പല പേരുണ്ട്. ജർമ്മൻകാരുണ്ട്, ജപ്പാൻകാരുണ്ട്, അങ്ങനെ പല ആൾക്കാരും അന്ന് മുസോളിനി, ഹിറ്റ്ലർ, ഇങ്ങനെ പല ഭാഗത്തു നിന്നാണ് അന്നും അറ്റാക്ക് ചെയ്യാൻ വന്നിരുന്നത്. അപ്പോൾ ഇവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആ കുന്നുമ്മൽ കയറിയതാണെന്ന് വെച്ചാൽ മലമേൽ കയറിയതാണെന്ന് വെച്ചിട്ട് ചുറ്റും തീയിട്ടു. അപ്പം തീയിട്ടപ്പോൾ വെന്തെരിയുന്ന താഴ്വരയോടുകൂടി, താഴ്വരയാണ് വെന്തെരിയുന്നത്, മുകളിൽ മഴയെല്ലാം പെയ്യുന്നത് നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇവരെന്ത് ചെയ്ത് എങ്ങനെയല്ലോ ചാടി താഴത്തേക്ക് വീണു. ഇവരെ കൃഷ്ണനും ബലരാമനും. എന്നിട്ട് സേനകളോടുകൂടിയ ശത്രുവിൻ്റെ കണ്ണിൽപ്പെടാതെ, അപ്പോൾ പുറത്ത് സേനയും നിൽക്കുന്നുണ്ട്, ജരാസന്ധന സേനയും, അവരെ കണ്ണിൽപ്പെടാതെ എന്ത് ചെയ്ത് നേരെ വീണ്ടും ദ്വാരകയിലേക്ക് തിരിച്ചു വന്നു. അപ്പം അവർ രക്ഷപ്പെട്ടു. തന്ത്രപൂർവമാണ് അവർ ഇത്രയും വലിയ സേനയിൽ നിന്നും രക്ഷപ്പെട്ടത്. ഇത് രണ്ടാം ലോകമഹായുദ്ധകാലത്ത്. അത്തരമൊരു ഘട്ടം ചരിത്രത്തിലുണ്ട്. റഷ്യ ജനങ്ങളെയെല്ലാം ഒഴിപ്പിച്ചിട്ട് സ്ഥലം അവിടെ നിന്ന് മാറ്റിയിട്ട് വേറൊരു സ്ഥലത്തേക്ക് മാറിയിട്ടുണ്ട്, തലസ്ഥാനം. അങ്ങനെയാണ് രക്ഷപ്പെട്ടത്. എന്നിട്ട് 15 വേറൊരു വിഷയത്തിലേക്ക് വരികയാണ്. ആനർത്ത ദേശത്തിലെ രാജാവും സൽഗുണ സമ്പന്നനുമായ രൈവതൻ ബ്രഹ്മാവിനാൽ നിയുക്തനായിട്ട് സ്വപുത്രിയായ രേവതിയെ ബലഭദ്രന് വിവാഹം കൊടുത്തത് മുൻപ് പറഞ്ഞിട്ടുണ്ട്. മുമ്പൊരു കഥയിലൂടെ പറഞ്ഞു തന്നിരുന്നു. രേവതി, രൈവതൻ എന്നൊരു രാജാവ് മകളെ രേവതിയെ ആരെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം എന്ന് ആലോചിച്ചിട്ട് ബ്രഹ്മലോകത്തിൽ പോയി ബ്രഹ്മാവോട് ചോദിച്ചു. ബ്രഹ്മാവോട് കുറേ ലിസ്റ്റും കൊണ്ട് ആണ് പോയത്. ലിസ്റ്റും കൊണ്ട് പോയിട്ട് അവിടെ ചെന്നപ്പോൾ പറഞ്ഞ ആ ലിസ്റ്റിലൊന്നും നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ അവരൊന്നും കാണില്ല, അവരെല്ലാം മരിച്ചിട്ട് എത്രയോ തലമുറകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം അവിടെ ആരാണുള്ളത്? ഇപ്പം അവിടെ ചെന്നാൽ കാണാൻ പറ്റുന്നത് അവിടെ ഒരു ബലരാമനുണ്ട്, അവന് കല്യാണം കഴിപ്പിച്ചു കൊടുത്താൽ മതി. ആ കഥ പണ്ട് പറഞ്ഞതാണ്. അതിലൂടെയുള്ള ആശയം തന്നത് എന്താണ്? നമ്മൾ സൂര്യൻ്റെ ഭ്രമണപഥം കഴിഞ്ഞിട്ട് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ആയുസ് പിന്നെ കൂടില്ല. നമ്മൾ 25 വയസ്സാണെങ്കിൽ 25 വയസ്സ്, പിന്നെ ഒരു 1000 വർഷം കഴിഞ്ഞ് തിരിച്ചു വരികയാണെങ്കിൽ ഇവിടെ ലോകം അങ്ങ് മാറിപ്പോവും. ഇവിടെ ആരും ഉണ്ടാവില്ല, ബന്ധുക്കളൊന്നും ഉണ്ടാവില്ല, എല്ലാം ചത്തിട്ടുണ്ടാവും. നമുക്ക് പക്ഷേ 25 വയസ്സായി. ഈ ഒരു സയൻസ് തത്വത്തിനാണ് എന്ത് പറയുന്നത്? മൃത്യുഞ്ജയ മന്ത്രം. ആ മൃത്യുഞ്ജയ മന്ത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് മരണത്തെ മറികടക്കാനുള്ള വഴി പറഞ്ഞു തരികയാണ്. സൂര്യൻ്റെ ഭ്രമണപഥം കഴിഞ്ഞിട്ട്, ആകർഷണബലം കഴിഞ്ഞിട്ട് പുറത്തേക്ക്, സൂര്യൻ്റെ ഭ്രമണപഥമല്ല, സൂര്യൻ്റെ ആകർഷണബലത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കുക. സൂര്യൻ്റെ ഭ്രമണപഥം എന്ന് പറഞ്ഞാൽ വേറെ വലുതാണ്. സൂര്യൻ്റെ ആകർഷണബലം, സൂര്യന് ചുറ്റും കുറേ ഗ്രഹങ്ങൾ കുറേ ഓർബിറ്റിലൂട്ടിയാണ് ചുറ്റുന്നത്. ആ ഓർബിറ്റ് കടന്നിട്ട്, അതായത് ശനി ഗ്രഹത്തിൻ്റെ അപ്പുറത്തേക്ക് കടന്നിട്ട് പോകണം. സൂര്യൻ്റെ ആകർഷണമില്ലാത്ത സ്ഥലത്തേക്ക് പോകണം. അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വയസ്സ് വർദ്ധിക്കില്ല. അതാണ് മൃത്യുഞ്ജയ മന്ത്രത്തിൻ്റെ അർത്ഥം, മരണത്തെ മറികടക്കാനുള്ള വഴി. അതുപോലെയാണ് ഇങ്ങേര് മകളെയും കൂട്ടിയിട്ട് അവിടെ പോയിട്ട് ചോദിച്ചിട്ട് തിരിച്ചു വരുമ്പോഴേക്ക് ഇവിടെ കാലം കുറേ കഴിഞ്ഞിരുന്നു. അങ്ങനെ ആരെ കല്യാണം കഴിപ്പിച്ചു? ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞിട്ടല്ലേ അനിയനെ കഴിക്കാൻ പറ്റും. അതുകൊണ്ട് ചേട്ടൻ്റെ കല്യാണം ആദ്യം തന്നെ അങ്ങ് നടത്തി വിട്ട്. ആരെ?
ബലരാമൻ്റെ കല്യാണം രേവതിയായിട്ട് നടത്തിവിട്ടു. ഇനി 16-17 ശ്രീകൃഷ്ണനാകട്ടെ ശിശുപാലൻ്റെ പാർശ്വക്കാരായ ശാല്യൻ തുടങ്ങിയ രാജാക്കന്മാരെ ബലത്താൽ തോൽപ്പിച്ച് വിദർഭദേശത്ത് തോൽപ്പിച്ചു. അപ്പം ശിശുപാലൻ്റെ പാർശ്വക്കാരനായ ശാലിനെയെല്ലാം തോൽപ്പിച്ചത് കൊണ്ട് ശിശുപാലന് ദേഷ്യം ഉണ്ടാവും, അപ്പം ശത്രുവായി തീരും. തോൽപ്പിച്ചു വിദർഭദേശത്ത്. അപ്പോൾ ആ സമയത്ത് വിദർഭദേശത്ത് ലക്ഷ്മി ദേവി, അതായത് വിഷ്ണുവിൻ്റെ ഭാര്യ ഭഗവതി, അവളുടെ അംശാവതാരം. അപ്പം വിഷ്ണുവിൻ്റെ അംശാവതാരമാണ് കൃഷ്ണനെങ്കിൽ ഭഗവതിയുടെ അംശാവതാരമാണ് ആര്? രുക്മിണി. ആ രുക്മിണി അവിടെ ജനിച്ചു, ഭീഷ്മക രാജാവിൻ്റെ പുത്രിയായിട്ട് ജനിച്ചു. എന്നിട്ട് പറയുകയാണ്, ഗരുഡൻ അമൃതനെ തട്ടിയെടുത്തു കൊണ്ടുപോകുന്നത് പോലെ കൃഷ്ണൻ എന്ത് ചെയ്തു? സ്വയംവര പന്തലിൽ നിന്നും ഇവളെ പിടിച്ചെടുത്ത് കൊണ്ടുപോയി വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞ് നിർത്തുകയാണ്. അപ്പോൾ ആ കഥയിലേക്ക് കടന്നില്ല. അപ്പം പരീക്ഷിത്ത് ഉടനെ ചാടി വീഴുമല്ലോ. അപ്പം 18 പരീക്ഷിത്ത് പറയുകയാണ്, ഭീഷ്മക രാജാവിൻ്റെ പുത്രിയായ രുക്മിണിയെ രാക്ഷസം എന്ന വിവാഹവിധി പ്രകാരം, അതായത് തട്ടിക്കൊണ്ടുപോയിട്ട് വിവാഹം കഴിക്കുന്ന രാക്ഷസം എന്ന വിവാഹവിധി പ്രകാരം പാണിഗ്രഹണം ചെയ്തതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനും ആ കഥ കേട്ടിട്ടുണ്ട്. പിന്നെ 18 യാതൊരു വിധമാണോ ജരാസന്ധൻ, ശാല്യൻ എന്നിവരെ ജയിച്ച് അവരെയെല്ലാം ജയിച്ചിട്ടാണ് ഈ കന്യകയെ കൊണ്ടുപോയത്. അപ്പം സ്വയംവര പന്തലിൽ യാതൊരു വിധമാണോ ജരാസന്ധൻ, ശാല്യൻ എന്നിവരെ ജയിച്ചിട്ട് കന്യകയെ കൊണ്ടുപോയത്, ആ കഥ കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറയുകയാണ്. അങ്ങനെ കൊണ്ടുപോയതായിട്ടെല്ലാം കേട്ടിട്ടുണ്ട്. ആ കഥയൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കേൾക്കണം. ഇനി 20 പുണ്യഫലപ്രദങ്ങളും ശ്രുതിമധുരങ്ങളും ആയ പാപമകറ്റുന്നതും, അതായത് കൃഷ്ണൻ്റെ കഥകൾ, പുണ്യകഥകൾ, പാപമകറ്റുന്നത്, അത് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ പാപമെല്ലാം അകന്നു പോകും. അങ്ങനെയുള്ള കൃഷ്ണകഥകളെ അറിയുവാൻ ആരാണ്? കേട്ടാലും ആർക്കാണ് തൃപ്തി വരിക? കാരണം പിന്നെയും കേൾക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും, പോരാ എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. അതുകൊണ്ട് അതും കൂടി ഒന്ന് പറഞ്ഞു തരിക. അപ്പം 21 ശ്രീസുഖൻ പറയുകയാണ്, വിദർഭ രാജ്യത്തിൻ്റെ അധികാരിയായ ഭീഷ്മകൻ എന്ന ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന് 5 പുത്രന്മാരും 1 പുത്രിയും, സുന്ദരിയായ ഒരു പുത്രിയും ഉണ്ടായിരുന്നു. ആ പുത്രിയാണ് ഈ രുക്മിണി. അപ്പം 5 പുത്രന്മാരുടെ പേര് പറയുകയാണ്. മൂത്തവൻ രുക്മി, അവൻ്റെ താഴെ രുക്മരഥൻ, അതിൻ്റെ താഴെ രുക്മബാഹു, അവൻ്റെ താഴെ രുക്മകേശൻ, അതിന് താഴെ രുക്മമാലി, അതിന് കീഴെ സൽസ്വഭാവവതിയായ രുക്മിണി, ഇവരുടെ സഹോദരി. ഇനി 22-23 അവൾ തൻ്റെ ഗൃഹത്തിൽ വന്ന പലരിൽ നിന്നും, അപ്പോൾ അവളുടെ വീട്ടിൽ പലരും കയറി വരുമല്ലോ, അവിടെ കയറി വരുമ്പോൾ കൃഷ്ണൻ്റെ സൗന്ദര്യം, പ്രഭാവം, ഗാംഭീര്യം, ഗുണവശങ്ങൾ എന്നിവ പറയുന്നത് കേട്ടിട്ടുണ്ട്. വീട്ടിൽ വരുമ്പോൾ ആ കൃഷ്ണനെ പറ്റിയുള്ള വർണ്ണനകൾ പറയുന്നത് ഇവക്ക് കേട്ട്, അപ്പോൾ അവളെന്ത് തീരുമാനിച്ചു? ഭഗവാൻ തന്നെ തനിക്ക് ചേർന്നവനെന്ന് ഉള്ളിൽ കരുതി. അത് സ്വാഭാവികമാണ്. ഇവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം തന്നെയാണ്, രുക്മിണി എന്ന് പറയുന്ന ബാക്കിയുള്ള സ്ത്രീകളും എല്ലാം തന്നെയാണ്. വീട്ടിൽ ആരെങ്കിലും വന്നിട്ട് ഒരാളെ പയ്യനെ പറ്റി നല്ല കീർത്തന അങ്ങനെ വർണ്ണിച്ച് പറയുമ്പോൾ കേൾക്കുന്ന പെമ്പിള്ളേർക്ക് എന്ത് തോന്നുന്നു? അവനെ കിട്ടിയാൽ കൊള്ളാമെന്ന് തോന്നുന്നു. അത് സ്വാഭാവികമാണ്. അപ്പം ഈ കൃഷ്ണൻ എന്നൊരു കഥ വെച്ചിട്ട് പറയുന്നതേ ഉള്ളൂ. ഇപ്പം എന്നെപ്പറ്റി ഒരാൾക്ക് ഒരു കഥയെ തുടങ്ങുന്നു, അല്ല എൻ്റെ ഇതെല്ലാം കേട്ടിട്ട് ഒരു കഥയെന്ന ഇവനെ പറ്റി അതാ കൊള്ളാം, സിനിമയും ഉണ്ടായിക്കളയാന്ന് വെച്ചെന്ന് വിചാരിച്ചോളൂ. എഴുതുന്ന ആളെന്താ എൻ്റെ പേര് വെച്ചിട്ട് എഴുതുക? പേരും വെച്ച് എഴുതിയാൽ ഞാൻ കൊണ്ട് കേസ് കൊടുക്കില്ല. അത് മാത്രം പോരാ, പേര് മാറ്റിയാലും പോരാ, സിനിമ എഴുതുമ്പോൾ മുകളിൽ എഴുതി കാണിക്കും.
ഈയിലെ കഥാപാത്രങ്ങൾക്ക് ഇവിടെ ഇന്ന് ജീവിച്ചിരുന്നു, ഇനി ജീവിക്കാൻ പോകുന്നവരുമായിട്ട് ഒന്നും ഒരു ബന്ധമില്ല എന്നെല്ലാം പറഞ്ഞ് വെച്ച് എഴുതി കാണിക്കണം. പക്ഷേ ആ കഥയിൽ ആരെ ഉദ്ദേശിച്ചായിരിക്കും? എന്നെ തന്നെ ഉദ്ദേശിച്ചായിരിക്കും. അതുപോലെ വേണം കൃഷ്ണനെ കാണാൻ. നമ്മുടെ എല്ലാം കാര്യങ്ങൾ തന്നെയാണ് കൃഷ്ണനിലൂടെ പറയുന്നത്. നമ്മളെല്ലാവരുടെയും സ്വഭാവ വിശേഷങ്ങൾ എല്ലാം ചേർമ്പോൾ അത് കൃഷ്ണനായി മാറും. അതുകൊണ്ടാണ് വിരാട രൂപം എന്ന് പറഞ്ഞത്. ഈ ലോകത്തിലുള്ള എല്ലാം കൂടിയതാണ് ആ ശ്രീഹരി. എല്ലാ ഗുണങ്ങളും ചേർന്നത് അതാണ് ശ്രീഹരി. കൃഷ്ണൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് കുറേ ഭാഗങ്ങളെ വരുന്നുള്ളൂ, ഫുള്ളല്ല. പക്ഷേ ഏറ്റവും പൂർണ്ണമായ നല്ല സ്വഭാവങ്ങൾ അടങ്ങിയതാണ് കൃഷ്ണൻ. പക്ഷേ ശ്രീഹരി എന്ന് പറയുമ്പോൾ എല്ലാം ഉണ്ട്, ദ്വയമാണ്. നല്ല ആളുണ്ട്, കള്ളനുണ്ട്, പോലീസും എല്ലാം ഉണ്ട്. പക്ഷേ ഈ കൃഷ്ണനാകുമ്പോൾ നല്ല വശത്തിൻ്റെ മാത്രം പ്രതിനിധി. ആ നിലയിൽ കൃഷ്ണൻ എന്നൊരു കഥാപാത്രത്തെ എടുക്കണം. അല്ലാതെ വേറെ അങ്ങനെ ഒരു വ്യക്തിയൊന്നുമില്ല. കഥയിലൊരു കഥാപാത്രമാണ്. പക്ഷെ ആ കഥാപാത്രത്തിലുള്ള ഗുണങ്ങളെല്ലാം നടക്കുന്ന സംഭവങ്ങളെല്ലാം ഇവിടെ ചുറ്റും കാണും. നമ്മളെല്ലാം കാണുന്ന സംഗതികൾ തന്നെയാണ് കൃഷ്ണൻ എന്ന കഥാപാത്രത്തിലൂടെ പറഞ്ഞു കൊണ്ടുപോകുന്നത്. അപ്പം കൃഷ്ണൻ്റെ ഇങ്ങനെ പലതും പറയുന്ന കേട്ടപ്പോൾ അവർക്കും തോന്നി, എന്നാൽ പിന്നെ അങ്ങേര് തന്നെ ആട്ടെ, എനിക്ക് യോജിച്ച. ഇനി 24. കൃഷ്ണനും അവളുടെ ബുദ്ധി, ലക്ഷണം, ഔദാര്യം, മറ്റേ സൗന്ദര്യം എന്നിവയ്ക്ക് ആശയഭൂതയായെന്ന് കേട്ടറിഞ്ഞിട്ട്, കൃഷ്ണനും അതെല്ലാം കേട്ടിരുന്നിട്ട് ഇങ്ങനെ ഒരു സ്ത്രീയുണ്ട്, അവൾ നല്ല സുന്ദരിയാണ്, മറ്റേതാണ്, നല്ല സ്വഭാവമാണെന്നെല്ലാം കേട്ടറിഞ്ഞിട്ട് തനിക്ക് അനുരൂപയായ പത്നിയായിട്ടും കണ്ടിരുന്നു. അവളെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹവും കൃഷ്ണനുണ്ടായിരുന്നു. നമുക്കും തോന്നൂല്ലേ? ആ പ്രായത്തുമ്പോൾ ആരെങ്കിലും പറയുകയാണ് ഇന്നടുത്ത് ഒരു പെണ്ണും കൊണ്ടുപോയിട്ട് ഇങ്ങനെ നല്ല കൊള്ളാമെന്നെല്ലാം പറയുമ്പോൾ നമുക്കും തോന്നുന്നു, എന്നാൽ പിന്നെ അതിനെ കിട്ടിയാലോ. അല്ലോ, മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഒരു തോന്നലുകൾ ഇവിടെ അടിച്ചു വിടുന്നത് ഈ കൃഷ്ണൻ എന്ന കഥാപാത്രത്തെയും രുക്മിണി എന്ന കഥാപാത്രത്തെയും വെച്ച് അടിച്ചു വിടുന്നതായിട്ട് മാത്രം കണ്ടാൽ മതി. ഇനി 25. അച്ഛനമ്മമാർ വേണ്ടപ്പെട്ടവരായ അച്ഛനമ്മമാർക്ക് കൃഷ്ണനെ വേണ്ടപ്പെട്ടവരായിട്ടാണ് കണ്ടിരുന്നത്. അതുകൊണ്ട് രുക്മിണിയെ അവർക്ക്, അച്ഛനമ്മമാരും ബന്ധുക്കളും രുക്മിണിയെ കല്യാണം കഴിച്ചു കൊടുക്കാൻ ആഗ്രഹമായിരുന്നുവെങ്കിലും കൃഷ്ണവിരോധിയായ രുക്മി, അതായത് ചേട്ടൻ, അതിനെ തടഞ്ഞിട്ട് തൻ്റെ സഹോദരിയെ ശിശുപാലന് കൊടുക്കുവാൻ തീരുമാനിച്ചു. ശിശുപാലനെ കല്യാണം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. അത് നമ്മളെ നാട്ടിലും കാണുന്നില്ലേ? അച്ഛനമ്മമാർക്കെല്ലാം ഇഷ്ടമായിരിക്കും. പക്ഷേ മൂത്ത ചേട്ടൻ അതൊന്നും അവർക്ക് കൊടുക്കാൻ പറ്റില്ല, എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, അവനെ തന്നെ. ഇതെല്ലാം നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് ഇവിടെ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം നമ്മൾ നാട്ടിൽ കാണും. കൃഷ്ണൻ എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ, രുക്മിണി എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ, അതെല്ലാം ഇവിടെ കാണും. അല്ലാതെ വേറെ അകത്ത് പുറത്തും അങ്ങനെ കഥാരൂപത്തിൽ ഒരു കഥാപാത്രം വെച്ചിട്ട് പറഞ്ഞതാണ്. ഇനി 26. അതറിഞ്ഞ നീല മയിൽപ്പീലി കണ്ണോടുകൂടിയ രുക്മിണി, ഇപ്പം രുക്മിണീൻ്റെ സൗന്ദര്യം പറഞ്ഞിട്ട് ആകെ വ്യാകുലയായി. ഇപ്പം പെൺപിള്ളേർക്ക് മനസ്സിൽ വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ ചേട്ടൻ ഇത് പറയുമ്പോൾ ആകെ വ്യാകുലതയാവുമല്ലോ. അതുപോലെയുള്ളൊരു സംഭവം ആയിട്ട് ചിത്രീകരിക്കുന്നു. തന്നാൽ ആലോചിച്ച ശേഷം അവൾ സ്വയം അങ്ങ് തീരുമാനിച്ചു. എന്ത് തീരുമാനിച്ചു? അവിടെ എത്തിയ ഒരു വിശ്വസ്തനായ ബ്രാഹ്മണനെ കൃഷ്ണൻ്റെ അകത്തേക്ക് പറഞ്ഞയച്ചു. വിശ്വസ്തനായ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ നല്ല സ്വഭാവം, പാരയൊന്നും വെക്കില്ല, കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കുക, വിശ്വസിക്കാൻ കൊള്ളാവുന്നവരാണ് ബ്രാഹ്മണർ. അത് നല്ലൊരു വ്യക്തി എന്ന അർത്ഥത്തിൽ എടുത്താൽ മതി. ബ്രാഹ്മണർ ജനനം കൊണ്ടുണ്ടായില്ല, അടുത്ത് പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം ദ്വാരകയിൽ ചെന്നപ്പോൾ 27 അവിടെ സ്വർണ്ണ സിംഹാസനത്തിൽ ആദിപുരുഷൻ ഇരിക്കുന്നത് കണ്ടു. 28 ആ കൃഷ്ണൻ ബ്രാഹ്മണനെ കണ്ടപ്പോൾ സിംഹാസനത്തിൽ നിന്നും ഇറങ്ങി ബ്രാഹ്മണനെ ഇരുത്തി അദ്ദേഹത്തെ ആദരിച്ചു. എന്നിട്ട് പിന്നെ എന്ത് ചെയ്തു? യാത്രാക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ടെല്ലാം വേണ്ട കുടിക്കാനുള്ള എല്ലാം കൊടുത്തതിൻ്റെ ശേഷം അദ്ദേഹത്തിൻ്റെ കാല് തടകി കൊടുത്തു. സ്വന്തം കൈകളാൽ അദ്ദേഹത്തിൻ്റെ പാദങ്ങളെ നടന്നു വന്നതല്ലേ തടകി കൊടുത്തിട്ടാണ് ചോദിച്ചത്. അപ്പം ബ്രാഹ്മണൻ്റെ കാലുകൾ
കൃഷ്ണൻ തടയും. ആരാണ് ഈ ബ്രാഹ്മണർ? നമ്മൾ ഈ ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഒരു ബോർഡും വെച്ചിട്ട് ഞാൻ ബ്രാഹ്മണനാണെന്ന് പറഞ്ഞുകൊണ്ട് ബ്രാഹ്മണനാവുമോ? ബ്രാഹ്മണൻ ആരാണ്? വേദങ്ങളെ മുഴുവൻ വ്യാഖ്യാനിച്ചു കൊടുക്കാൻ കഴിവുള്ളവനാണ് ബ്രാഹ്മണൻ. വേദങ്ങളുടെ അർത്ഥം പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ളവനാണ് ബ്രാഹ്മണൻ. വേദങ്ങളിൽ എന്താണുള്ളത്? സയൻസും ചരിത്രവും എല്ലാം ഉള്ളത്. അപ്പോൾ ഏറ്റവും അധികം ചിന്തകരായ ആൾക്കാരാണ് ബ്രാഹ്മണർ. ഒരു ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കുന്നത് ചിന്തകരുടെ ആശയങ്ങളാണ്. അത് സയൻസിലൂടെയാകാം, ചരിത്രപരമായിട്ടാകാം. ലോകത്തെ മാറ്റിമറിക്കുന്നത് പലതരം ചിന്തകളാണ്. നമ്മളിന്ന് ഈ മൊബൈൽ ഉപയോഗിക്കുന്നത് ഇതെല്ലാം സാധിച്ചത് കുറേ ചിന്തകരായ ആൾക്കാരുടെ, ശാസ്ത്രജ്ഞന്മാരുടെ ചിന്തയുടെ ഫലമാണ്. അതാണ് ബ്രാഹ്മണർ. അല്ലാതെ ജനനം കൊണ്ടൊക്കെ അത് കിട്ടൂല എന്ന് നേരത്തെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അങ്ങനെയുള്ള ബ്രാഹ്മണരെ ഈശ്വരൻ പോലും ബഹുമാനിക്കും. കാരണം അവർ ജ്ഞാനം, വേദം എന്ന് പറയുന്നത് ജ്ഞാനമാണ്, ബ്രഹ്മം എന്നത് ജ്ഞാനമാണ്. അപ്പം ഈശ്വരനോട് അടുക്കുക എന്ന് പറഞ്ഞാൽ ജ്ഞാനം, പൂർണ്ണമായ ജ്ഞാനം നേടുക എന്നതാണ്. ആ ജ്ഞാനത്തിലൂടെയാണ് ലോകം പുരോഗമിക്കുന്നത്. അതുകൊണ്ട് അവരെയാണ് ബ്രാഹ്മണരെ ബഹുമാനിക്കേണ്ടത്. ഇങ്ങനെ അവരെ ബഹുമാനിക്കാനാണ് ഇവിടെ ഇനി കൃഷ്ണൻ പറയാൻ പോകുന്നത്. അതുകൊണ്ട് ആ ബ്രാഹ്മണരെ വർണ്ണിക്കാൻ വേണ്ടിയാണ് ഇത് ഒരു കഥാപാത്രത്തെ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നത്. ആരാണ് ബ്രാഹ്മണൻ നോക്കാം. അനായാസേനയുള്ള ലാഭത്തിൽ എപ്പോഴും മനസ്സന്തോഷത്തോടെ ഇരിക്കുന്ന അങ്ങേക്ക് അനായാസേന, നമ്മൾ ഒന്നും ചെയ്യാതെയുള്ള ലാഭം. അപ്പം ചിന്തകരായ ആൾക്കാർ ജോലിയൊന്നും ചെയ്യാനൊന്നും പോവില്ല. ശാസ്ത്രചിന്തയുള്ളവർ ജോലിയൊന്നും ചെയ്യാൻ പോവില്ല. കഷ്ടപ്പാടും ദാരിദ്ര്യമായിരിക്കും. പക്ഷേ അവർ ചിന്തകളിൽ മുഴുകിയിട്ട് തൻ്റെ സമയം മുഴുവൻ ശാസ്ത്ര രഹസ്യം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കും. പുതിയ പുതിയ ആശയങ്ങൾ എഴുതി പിടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. അധ്വാനിച്ചാലല്ലേ പണം, അവർക്കടെ പണം കിട്ടുക? പണമൊന്നും കിട്ടാൻ പോകുന്നില്ല, ദരിദ്രവാസികളായിരിക്കും. അപ്പം അതുകൊണ്ടാണ് അനായാസേന, അതായത് ശരീരം കൊണ്ട് അധ്വാനിക്കുന്നൊന്നുമില്ല, ബുദ്ധി കൊണ്ടാണ് അധ്വാനിക്കുന്നത്. അവരാണ് ബ്രാഹ്മണർ. അനായാസേനയുള്ള ലാഭത്തിൽ എപ്പോഴും മനസ്സന്തോഷത്തോടെ ഇരിക്കുന്ന അങ്ങേക്ക്, അവർക്ക് പണമില്ലാതെയൊന്നും പല എഴുത്തുകാർ, പല ചിന്തകർ, അവരൊന്നും പണമുള്ളവരല്ല. ശാസ്ത്രജ്ഞന്മാർ അവരുടെ തൃപ്തി എന്ന് പറഞ്ഞാൽ എന്തെല്ലോ നേടുക, കണ്ടെത്തുക, പുതിയ പുതിയ ശാസ്ത്ര തത്വങ്ങൾ. ചിന്തകർ, കവികൾ, രാഷ്ട്രീയക്കാർ, രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ തത്വചിന്തകർ, അങ്ങനെയുള്ള തത്വചിന്തകർ, അവർ ഇപ്പോൾ ഋഷികൾ, അവരെല്ലാം സമ്പന്നരാണ്. ഋഷികളാണ് ഇതെല്ലാം എഴുതി വെച്ചിരിക്കുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട്. പക്ഷെ അവരെല്ലാം ശാസ്ത്രജ്ഞന്മാരെല്ലാം അത്ര വലിയ സമ്പന്നരാണോ? അല്ല. അവർക്ക് പൈസ ഒന്നും ഉണ്ടാവില്ല. കാരണം ഈ ചിന്തയും വെച്ച് ഓരോന്ന് കണ്ടുപിടിക്കാൻ നടക്കുമ്പോൾ പണം ഉണ്ടാക്കാൻ അവർക്ക്, പണം ഉണ്ടാക്കേണ്ടിക്ക് ശരീരം കൊണ്ട് അധ്വാനിച്ചതാണ്. ശരീരത്തിൽ ഒരു കാര്യമായിട്ടൊന്നും അവർ ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ട് അനായാസേന ലാഭത്തിൽ എപ്പോഴും മനസ്സന്തോഷമായിരിക്കുന്ന അങ്ങേക്ക് പൂർവികന്മാരുടെ കുലധർമ്മം നിലനിന്നു പോകുന്നില്ലേ? അങ്ങേക്ക് അങ്ങയുടെ ധർമ്മം, കുലധർമ്മം എന്ന് പറഞ്ഞാൽ ഋഷികളെ പോലെ, ശാസ്ത്രജ്ഞന്മാരെ പോലെ, ന്യൂട്ടനെ പോലെയുള്ളവരുടെ ധർമ്മങ്ങൾ അനുഷ്ഠിക്കുവാൻ പറ്റുന്നില്ലേ? നമുക്ക് ചെയ്യാൻ പറ്റൂ? ഇന്ന് ഗവേഷണം നടത്തണമെങ്കിൽ എത്ര പണം വേണം? അത്ര എളുപ്പത്തിലൊന്നും ചെയ്യാൻ പറ്റുന്നതാണ്. തിന്നാനും കുടിക്കാനും പൈസ ഇല്ലാതെ ഇന്ന് ചിന്തിക്കുക ഒരു കഥയെഴുത്തുകാരനാണെന്ന് തന്നെ വെച്ചോളൂ. ഭക്ഷണമൊന്നും തിന്നാതെ അധ്വാനിക്കാതെ എങ്ങനെയാണ് ഇരുന്ന് കഥ മാത്രം എഴുതുക? അപ്പം അതാരെങ്കിലും എല്ലാം സഹായിക്കാൻ ഉണ്ടെങ്കിലേ അവർക്കത് ചെയ്യാൻ പറ്റുള്ളൂ, അവരുടെ കർമ്മം ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഞാനൊരു നോവൽ എഴുതാമെന്ന് വെച്ചോളൂ, നല്ലൊരു, അതിൽ മാത്രം പണം ഉണ്ടാക്കാൻ വേണ്ടിയല്ല, നല്ലൊരു നോവൽ എഴുതണം. അതിന് പണമില്ലാതെ ഭക്ഷണം വിശക്കുമ്പോൾ എല്ലാം തിന്നാനൊന്നും ഇല്ലെങ്കിൽ എങ്ങനെയാണ്? അധ്വാനിച്ചാലേ പൈസ കിട്ടൂ. അപ്പോൾ അതെല്ലാം പുറത്തുനിന്ന് എവിടെ നിന്ന് സൗകര്യങ്ങൾ കിട്ടണം. അങ്ങനെയുള്ളപ്പോൾ മാത്രമേ ചിന്തകർക്കും ശാസ്ത്രജ്ഞന്മാർക്കെല്ലാം അവരുടെ ധർമ്മം നിർവഹിക്കാൻ പറ്റൂ. അതാണ് ഇവിടെ എടുത്ത് പറയുന്നത്. അങ്ങക്കാതിന് മുടക്കമൊന്നുമില്ലാലോ. അതായത് വിശന്നിട്ട് ജോലി
ചിന്തിക്കാനും എല്ലാം കഴിവില്ലാതെ വരുന്ന അവസ്ഥയുണ്ടോ എന്നാണ് അങ്ങോട്ട് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ബ്രാഹ്മണർക്ക് നമ്മൾ അങ്ങോട്ട് കൊടുക്കണമെന്ന് പറയുന്നത്. അല്ലാതെ വെറുതെ ജനനം കൊണ്ട് ഒരു ബ്രാഹ്മണനെന്നും പറഞ്ഞുകൊണ്ടിട്ട് അങ്ങേർക്ക് കൊണ്ട് കൊടുക്കട്ടെ ഒരു കാര്യമില്ല. അങ്ങേര് നല്ലോണം അധ്വാനിച്ച് പൈസ ഉണ്ടാക്കുന്നവരെ. ഇതല്ല, ചിന്തിച്ചുകൊണ്ട് മാത്രം തൻ്റെ ധർമ്മം നിർവഹിക്കുന്നവരാണ് ബ്രാഹ്മണർ. അപ്പം അവരോട് ചോദിക്കുകയാണ്. ഇനി 32 പറയുകയാണ്, അല്ല 31. അനായാസനയുള്ള ജീവിത വൃത്തി കൊണ്ട് അവർ കാര്യങ്ങളൊന്നും ശരീരം കൊണ്ട് അധ്വാനിക്കുന്നൊന്നുമില്ല. അനായാസനയുള്ള ജീവിത വൃത്തി, സാധാരണ ജീവിതം നയിക്കും. സന്തുഷ്ടനായി സ്വധർമ്മത്തിൽ നിന്നും തെറ്റിപ്പിരിയാതെ ഉള്ള ബ്രാഹ്മണൻ. എന്നിട്ട് സ്വധർമ്മം ചെയ്യും. എന്താണ്? ചിന്തിച്ച് പുതിയ പുതിയ ശാസ്ത്ര തത്വങ്ങൾ മനസ്സിലാക്കി ലോകത്തെ അറിയിക്കുക. അങ്ങനെയാണ് നമ്മളെ ലോകം പുരോഗമിച്ചിട്ട് ഈ മൊബൈലെല്ലാം നമുക്ക് ഈ അവസരങ്ങളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ശാസ്ത്രലോകമാണ്. അതേമാതിരി കവികൾ വളരെയധികം ചിന്തിച്ചിട്ട് പല എഴുതി വിട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഗ്രന്ഥങ്ങളെല്ലാം നമ്മൾ നയിക്കുന്നത്. ചരിത്ര ഗ്രന്ഥങ്ങളുണ്ട്, ഫിലോസഫി തത്വചിന്തകളുണ്ട്. അങ്ങനെ അവർ ലളിത ജീവിതം നയിക്കുകയാണ്. എന്തെങ്കിലും കിട്ടിയാൽ ഒന്നും കിട്ടാതെ ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് അങ്ങോട്ട് ചോദിക്കുന്നത്. സ്വധർമ്മത്തിൽ നിന്നും തെറ്റാത്ത ബ്രാഹ്മണൻ അങ്ങനെ പ്രവർത്തിക്കുകയാണെങ്കിൽ അത് ലോകത്തിന് ഗുണകരമാണ്. അവരുടെ ചിന്തകളാണ് ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കുന്നത്. അങ്ങനെയുള്ള ബ്രാഹ്മണരുണ്ടെങ്കിൽ അത് ലോകത്തിന് ഗുണകരമാണ്. അപ്പം ചിന്തകരാണ്, അവരെയാണ് ഈശ്വരൻ പോലും ബഹുമാനിക്കുകയാണ്. ഈശ്വരൻ പോലും വന്ന് കാല് തടയി കൊടുക്കുകയാണ്. കാരണം ഈ ലോകത്തെ നയിക്കുന്നത് അങ്ങനെയുള്ള വ്യക്തികളാണ്. എന്നിട്ട് അടുത്തേല് സന്തോഷമില്ലാത്തവനായിരുന്നാൽ ദേവരാജാവായ ഇന്ദ്രൻ പോലും പലവട്ടം പല ലോകങ്ങളെയും തേടിപ്പോകും. സന്തോഷം കിട്ടിയിട്ടില്ലെങ്കിൽ, അപ്പോൾ ഒരാൾക്ക് നല്ല സ്ഥായിയായ മനസ്സ് സന്തോഷത്തോടെ ഇരുന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പുതിയ പുതിയ ആശയങ്ങൾ കണ്ടെത്താൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇവിടെ പറയുകയാണ്, സന്തോഷമില്ലാത്ത അവസ്ഥയായിരുന്നുവെങ്കിൽ ദേവരാജനായ ഇന്ദ്രനാങ്ക് പോലും അദ്ദേഹത്തിൻ്റെ ജോലിയെല്ലാം വിട്ടിട്ട് വേറെ പല ലോകങ്ങളെയും തേടിപ്പോകുന്നു. ഇന്ദ്രന് പോലും അദ്ദേഹത്തിൻ്റെ ജോലിയെ ശ്രദ്ധിക്കാൻ പറ്റില്ല. എന്തു പറ്റും? അദ്ദേഹം വേറെ വല്ല വഴിക്കും പോകും സന്തോഷമില്ലെങ്കിൽ. സന്തോഷവാനായിരുന്നാൽ മഹാദരിദ്രനാണെങ്കിൽ പോലും എല്ലാ സന്താപവും അകന്ന് സുഖമനുഷ്ഠിക്കും. എന്നാൽ സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു ദരിദ്രന് സന്തോഷമാണെങ്കിൽ അവൻ്റെ എല്ലാ സന്താപങ്ങളും ഇല്ലാതാകും. ഇപ്പോഴും മനസ്സ് സന്തോഷമാകണം. അതിനാണ് ബ്രാഹ്മണർക്ക് കൊടുക്കണമെന്ന് പറയുന്നത്. എങ്കിലേ അവർ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളെല്ലാം നടത്തി പുതിയ ആശയങ്ങൾ ലോകത്തിൽ നൽകി ലോകം പുരോഗമിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ചിന്തകരായ ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കണം. ഇനി 33 സ്വയം ലബ്ധമായ ധനത്താൽ സന്തോഷിക്കുന്നവരും സ്വയം കിട്ടുന്ന പണം കൊണ്ട് സന്തോഷിക്കും. എവിടെ നിന്നും ആരെങ്കിലും തരികയാണെങ്കിലല്ല, അല്ലെങ്കിൽ കുടുംബത്തിൽ കുറച്ച് പൈസയുണ്ട്, അതെടുത്തിട്ട് സന്തോഷവനായി സദാചാര നിഷ്ഠയോടെ സർവ്വജീവജാലങ്ങളിലും ഉത്തമ ബന്ധമുള്ളവരായി അങ്ങനെയുള്ളവര് എല്ലാ ജീവജാലങ്ങളെയും ബന്ധുക്കളായി കാണുന്നവരായിരിക്കും. അവർക്ക് ജാതി മത ചിന്തകളൊന്നും ഉണ്ടായില്ല. ഇങ്ങനെ ശാസ്ത്രലോകത്തിൽ ഇരിക്കുന്നവർക്കൊന്നും ജാതിയോ ഈ നാട്ടിലുള്ള ഇത്തരം പരിപാടികളൊന്നും അവർക്ക് താല്പര്യമുണ്ടാകില്ല. ഉത്തമ ബന്ധം എല്ലാവരുമായിട്ട് ഒരേപോലെ കാണുന്നവർ. ബ്രഹ്മജ്ഞാനം നേടുക എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എല്ലാം ബ്രഹ്മത്തിൽ നിന്നാണ് ഉണ്ടായത്. ആ പ്രപഞ്ച രഹസ്യം മനസ്സിലാക്കുന്നവൻ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം ഒരു ശക്തിയിൽ നിന്നാണ് ഉണ്ടായത് എന്ന് മനസ്സിലാക്കുന്നതിന് മാത്രമേ അങ്ങോട്ടേക്ക് ഗവേഷണം നടത്താൻ പറ്റുകയുള്ളൂ.
പലതായി കാണുന്നവൻ മായയിൽ അകപ്പെട്ടവനാണ്. സത്യം തിരിച്ചറിയുന്നവൻ എല്ലാം ബ്രഹ്മമാണ് എന്ന സത്യം തിരിച്ചറിയും. അവനാണ് ബ്രാഹ്മണൻ. അങ്ങനെയുള്ള ബ്രാഹ്മണനെ ഞാൻ പല ഒരു ശിരസാൽ നമിക്കും. കൃഷ്ണൻ പറയുകയാണ്, അങ്ങനെയുള്ള ബ്രാഹ്മണനെ ഞാൻ ശിരസാൽ നമിക്കും. പല പ്രാവശ്യം അദ്ദേഹത്തെ നമിക്കും എന്ന് പറയുകയാണ്. അതായത് ചിന്തകരെയാണ് നമ്മൾ. ലോകത്തിൽ ചിന്തകരായ ആൾക്കാരുണ്ടെങ്കിൽ അത് സയൻസിൻ്റെ ഫീൽഡിലായാലും വേണ്ടിയില്ല, മറ്റുള്ള നിലകളിൽ ചരിത്രത്തിൻ്റെതായത്തിൻ്റെ ഏത് നിലയിലുള്ള കവികളായാലും ഇവരെയെല്ലാം നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. എങ്കിലേ ലോകം മുന്നോട്ടേക്ക് പോവുകയുള്ളൂ. 34. ഹേ ബ്രാഹ്മണ, നിങ്ങൾക്ക് രാജാവിൽ നിന്നും ക്ഷേമം തന്നെയല്ലേ? രാജാവ് നിങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്തു തരുന്നില്ലേ? അപ്പം രാജാവിൻ്റെ ഉത്തരവാദിത്തമാണ് ബ്രാഹ്മണരായ ആൾക്കാർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത് അവരുടെ ചിന്തകളെ പ്രോത്സാഹിപ്പിക്കുവാൻ വിടുക. ഇന്നുള്ള രാജാക്കന്മാരുടെ അവസ്ഥ എന്താണ്? ഇന്നല്ല, പണ്ട് കാലത്തെ രാജാക്കന്മാർക്ക് ഈ ചിന്തകരെ ഇഷ്ടമല്ല, ബ്രാഹ്മണരെ ഇഷ്ടമല്ല. ബ്രാഹ്മണരെന്ന് പറയുന്നത് നമ്മളീ പറയുന്ന ബ്രാഹ്മണരല്ല. ഈ ചിന്തിച്ച് ആശയങ്ങൾ പ്രകടിപ്പിക്കുന്ന ബ്രാഹ്മണരെ രാജാക്കന്മാർക്ക് ഇഷ്ടമല്ല. കാരണം അവരുടെ കുറ്റങ്ങളും അല്ല ഇവർ കയറി പറയും. അതുകൊണ്ടാണ് പരശുരാമൻ ആദ്യ കാലഘട്ടത്തിൽ എത്രയോ ക്ഷത്രിയ രാജാക്കന്മാരെ കൊന്നിട്ടത്. കാരണം ബ്രാഹ്മണരെ മുഴുവൻ അന്നത്തെ കാലത്ത് കയ്യൂക്ക് വെച്ചിട്ടാണല്ലോ കാര്യം. അപ്പോൾ അതിനെ എതിർക്കുന്ന ചിന്തിക്കുന്ന ആരെങ്കിലും എതിർക്കുന്ന ആളുണ്ടെങ്കിൽ അവൻ്റെ തല കഴിയും. എതിർക്കാൻ കഴിവുള്ളവന് എന്ത് വേണം? കുറച്ച് ബുദ്ധി വേണം. അപ്പോൾ ഒരു രാജഭരണത്തിൻ്റെ കുറ്റങ്ങൾ വിളിച്ചു പറയാൻ ഒരാൾക്ക് കഴിവുണ്ടെങ്കിൽ അവൻ ബ്രാഹ്മണനാണ്. പക്ഷെ അവൻ്റെ തല പിറ്റേന്ന് പോവുകയും ചെയ്യില്ല, അവനെ പിടിച്ച് ജയിലിൽ കൊണ്ടിടുകയും ചെയ്യും. കാരണം രാജാക്കന്മാർക്ക് ഒരിക്കലും. അതുകൊണ്ടാണ് ഇവിടെ എടുത്തു ചോദിച്ചത്, ഹേ ബ്രാഹ്മണ, നിങ്ങൾക്കെല്ലാം രാജാവിൽ നിന്നും ക്ഷേമം തന്നെയല്ലേ? നിങ്ങളെ രാജാവ് നിങ്ങളെ ശരിക്ക് നോക്കുന്നില്ലേ? ഏതു രാജാവിൻ്റെ നാട്ടിലാണോ ജനങ്ങൾ സുഖമായി വസിക്കുന്നത്, ആ രാജാവ് തന്നെയാണ് എനിക്കിഷ്ടപ്പെട്ടവൻ. അപ്പം എനിക്കിഷ്ടപ്പെട്ട രാജാവ് എല്ലാ ജനങ്ങളും സുഖമായി വസിക്കുന്ന രാജാവിനെയാണ്. അല്ല, ജനങ്ങൾ കഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ ഇറങ്ങി വരും, അവന്മാരെ തട്ടും. അതാണ് സമയത്തുമ്പോൾ അധർമ്മികളെ ഇല്ലാതാക്കാൻ, അധർമ്മികളായ രാജാക്കന്മാരെ ഇല്ലാതാക്കാനാണ് കൃഷ്ണൻ, വിഷ്ണു വരുന്നത്. ഇതിനാണ് ബ്രാഹ്മണനാണ് എന്നുള്ള ഒരു കാര്യം അവിടെ പേര് പറഞ്ഞു വെച്ചത്. ബ്രാഹ്മണന്മാരുടെ ലക്ഷണം പറയുവാനും അവരുടെ ധർമ്മം പറയുവാനും അവരുടെ സ്വഭാവം പറയുകയാണ്. രാജാവ് വേണ്ട സൗകര്യം ബ്രാഹ്മണർക്ക് ചെയ്തു കൊടുക്കണം. അവരെ ചിന്തകളെ ഉണർത്താനാണ്. അതായത് വെറുതെ ഒരു ബ്രാഹ്മണനെന്നും പറഞ്ഞുകൊണ്ട് അവരെ പോറ്റിയിട്ട് എന്താ നാട്ടിന് കാര്യം? ഒരു കാര്യമില്ല. അതല്ല ബ്രാഹ്മണർ. ഭാഗവതം പറയുന്ന ബ്രാഹ്മണർ അതല്ല. ബ്രാഹ്മണരുടെ വർണ്ണം പറയുന്നുണ്ട്. ഏറ്റവും ചിന്തകരായ ആൾക്കാർ തന്നെയാണ് ലോകത്തെ നയിച്ചിരിക്കുന്നത്, ശാസ്ത്രജ്ഞന്മാർ. അതിലൊരു സംശയം വേണ്ട. ചരിത്രവും ഇന്ന തരത്തിൽ ലോകം പോകണമെന്നുള്ള പൊളിറ്റിക്സ് എല്ലാം നിർദ്ദേശിച്ച തത്വചിന്തകരുണ്ട്. അവരാണ് ലോകത്തെ ഇന്നും നയിക്കുന്നത്, അവരുടെ ചിന്തകൾ. എന്നിട്ട് പിന്നെ ചോദിക്കുകയാണ്, താങ്കൾ എവിടെ നിന്ന് എന്തിന് വന്നു? ഈ ഇത്രയും സമുദ്രമെല്ലാം മറികടന്നിട്ട് ആണ് താങ്കൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്നിരിക്കുന്നത്. വിരോധമില്ലെങ്കിൽ ഈ കാര്യങ്ങൾ എന്തിനു വേണ്ടിയെല്ലാം വന്നു എന്ന് മുഴുവൻ പറയുക. താങ്കൾക്കായി എന്തെങ്കിലും കർത്തവ്യം ഞാൻ ചെയ്തു തരാൻ ഉണ്ടോ? ഇനി 35 ലീലകൾക്കായി മർത്യദേഹം ധരിച്ച സർവേശ്വരൻ, ലീല കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രൂപം ധരിച്ചിട്ട് കഥാപാത്രമായിട്ട് വന്നിരിക്കുന്നത്. സർവേശ്വരൻ ഇപ്രകാരം ചോദിച്ചപ്പോൾ അദ്ദേഹം എല്ലാം വിസ്തരിച്ച് പറഞ്ഞു. വിസ്തരിച്ച് പറയുന്നത് അവൾ പറഞ്ഞ സന്ദേശം അതേപോലെ രുക്മിണി പറഞ്ഞത് അതേപോലെ പറഞ്ഞു കൊടുക്കുകയാണ്. 37 ഹേ ലോകസുന്ദര, ആര് പറയുന്നതാണ്? രുക്മിണി.
അച്യുത, കേൾക്കുന്നവരുടെ ഉള്ളിലേക്ക് അത് കേട്ടിട്ട് കൃഷ്ണനെ പറ്റിയുള്ള പല കാര്യങ്ങളും കേട്ടാൽ അത് സർവാംഗ സന്താപത്തെയും പരിഹരിക്കുന്നതായിരിക്കും. അവൾ കേട്ട കാര്യങ്ങളാണ്. കൃഷ്ണനെ പറ്റിയുള്ള കഥകൾ കേട്ടാൽ ആ കേൾക്കുന്നവരുടെ ഹൃദയത്തിലെ എല്ലാ സന്താപങ്ങളും ഇല്ലാതാകും. പിന്നെയോ അദ്ദേഹത്തിൻ്റെ രൂപം എന്ന് പറഞ്ഞാൽ എല്ലാ പുരുഷാർത്ഥങ്ങളും കൂടിച്ചേർന്നിട്ടുള്ള രൂപമായിട്ടിരിക്കുന്ന അങ്ങയുടെ ഈ കഥകളെല്ലാം കേട്ടിട്ട് എൻ്റെ മനസ്സ് ലജ്ജയെല്ലാം വിട്ടുകൊണ്ട് ഭഗവാനിൽ ആസക്തനായിരിക്കുന്നു. എനിക്ക് ലജ്ജയെല്ലാം പോയി, അങ്ങയിൽ ആസക്തി കൂടിയിരിക്കുകയാണ്. വീട്ടിൽ വരുന്നവരെല്ലാം കൃഷ്ണൻ്റെ വർണ്ണനകൾ ഇങ്ങനെ പലതരത്തിൽ വർണ്ണിക്കുന്നത് കേട്ടിട്ട് എനിക്ക് അങ്ങേ മതി എന്നുള്ള ഭഗവാനിൽ ആസക്തനായിരിക്കുകയാണ്. എനിക്കിപ്പോൾ ലജ്ജയൊന്നുമില്ല, തുറന്നു പറയാനുള്ള ധൈര്യം വന്നിരിക്കുകയാണ്. ഇതെല്ലാം നമ്മളെ കുടുംബത്തിലും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ വീട്ടിലിരുന്നിട്ട് ഏതെങ്കിലും ഒരു പയ്യൻ്റെ വർണ്ണനകൾ പറയുമ്പോൾ അകത്തിരിക്കുന്ന പെമ്പിള്ളേരുണ്ടെങ്കിൽ കല്യാണം കഴിക്കാനുള്ള എന്നാൽ കൊള്ളാലോ, അവനെ ഒന്ന് കണ്ടാൽ കൊള്ളാലോ ഇല്ല അവരുടെ ഉള്ളിൽ തോന്നും. ഇത് സ്വാഭാവികം. എന്നിട്ട് 38 ഹേ മുക്തിദായക പുരുഷ സിംഹമേ, ഇങ്ങനെയെല്ലാം വർണ്ണിക്കുന്നത്. അപ്പം പിന്നെ സ്വാഭാവികമല്ലേ. കുലീനയും ഗുണശാലിനിയും മനസ്സുറപ്പുള്ളവുമായ ഏതൊരു കന്യകയാണ്. അപ്പോൾ അങ്ങോട്ട് ചോദിക്കുകയാണ്, ഏതൊരു കന്യകയാണ് കുലം, വിദ്യ, ശീലം, സൗന്ദര്യം, സമ്പാദ്യം, പിന്നെ പ്രഭാവം എന്നിവയാൽ തനിക്കൊത്തവനായെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെ തക്ക സമയം വരുമ്പോൾ വരിക്കാതിരിക്കുക. തനിക്കൊത്ത ആളാണെന്ന് കാണുകയും ഈ ഗുണങ്ങളെല്ലാം, സൗന്ദര്യാദി ഗുണങ്ങളെല്ലാം തികഞ്ഞിരിക്കുകയും അത് കേൾക്കുമ്പോൾ എല്ലാവരുടെയും ഹൃദയത്തിൽ, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ എല്ലാവരുടെയും ഹൃദയത്തിൽ ആഹ്ലാദം ഉണ്ടാവുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു പുരുഷനെ തനിക്ക് ഒത്തവനായി കാണുകയാണെങ്കിൽ ഏതൊരു കന്യകയാണ് തക്ക സമയം വരുമ്പോൾ വരിക്കാതിരിക്കുക. അപ്പോൾ എനിക്കിപ്പം കല്യാണം നിശ്ചയിച്ചിരിക്കുകയാണ്, അതിനുള്ള സമയം വന്നിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്കിപ്പോൾ ഉടനെ അങ്ങേ കെട്ടിയേ പറ്റും. ആകയാൽ പ്രിയതമ 39 എന്നാൽ ഭഗവാൻ തന്നെയാണ് വരിക്കേണ്ടത്. എന്നെ വരിക്കേണ്ടത് ഭഗവാൻ തന്നെയാണ്. എൻ്റെ ഉടലും ഉയിരും എല്ലാം ഭഗവാനായി അർപ്പിച്ചിരിക്കുന്നു. എന്നെ തന്നെ അങ്ങ് അർപ്പിച്ചിരിക്കുകയാണ്. ഭഗവാൻ ഉടനെ വന്ന് എന്നെ ഭാര്യയായി കൈക്കൊണ്ടാലും. അതുകൊണ്ട് എന്ത് വേണം? ഉടനെ വന്നിട്ട് എന്നെ ഭാര്യയായിട്ട് സ്വീകരിക്കണം. ലജ്ജയൊന്നുമില്ലാതെ വെട്ടി തുറന്നങ്ങ് പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, സിംഹത്തിൻ്റെ പങ്കിൽ കുറുക്കൻ വന്ന് തൊടുന്നത് പോലെ. സിംഹം ഒരു ഭക്ഷണം തിന്നുമ്പോൾ അതിൻ്റെ പങ്കിൽ കുറുക്കൻ വന്ന് തൊടാൻ എന്താ തീര്? അതുപോലെ വീരപുരുഷനായ ഭഗവാന്റെ ഭാഗമായിരിക്കുന്ന എന്നെ ചേതി രാജാവ് അടുത്ത് വന്ന് തൊട്ടുപോകരുത്. അപ്പം ചേതി രാജാവിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ പോവുകയാണെന്നാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. അദ്ദേഹം വന്ന് എന്നെ തൊട്ട് വരുത്. അത് കുറുക്കൻ സിംഹത്തിൻ്റെ ഭക്ഷണം തൊടുന്ന പോലെയാണ്. അങ്ങയുടെക്ക് വേണ്ടിയുള്ളതാണ് ഞാൻ. അത് ചേതി രാജാവ് അടുത്ത് വന്ന് തൊട്ടുപോകരുത് എന്ന് പറയുകയാണ്. തൊടാൻ സമ്മതിക്കരുത്. എൻ്റെ 40 പറയുകയാണ്, പൂർത്തം, ഇഷ്ടം, ദാനം, നിയമം, വ്രതം, ദേവാർച്ചന, ബ്രാഹ്മണത്വം, സമാരാധന, ഗുരുശുശ്രൂഷ എന്നീ പുണ്യകർമ്മങ്ങളെ കൊണ്ട് ശ്രീ ഭഗവാൻ എന്നാൽ ആരാധിക്കപ്പെടുകയാണെങ്കിൽ ശ്രീകൃഷ്ണൻ തന്നെ എന്നെ വന്ന് കൈപിടിക്കണം. കാരണം ഇത്രയും ലക്ഷണങ്ങൾ, പൂർത്തമെന്ന് പറയുന്നത് പരോപകാരം, ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട ആളാണ്, ആ സ്വഭാവ വിശേഷങ്ങളാണ്. നിയമം എന്നെല്ലാം പറഞ്ഞാൽ കാലത്തിനനുസരിച്ച് ഓരോ നിയമങ്ങളുണ്ട്. കാലവും കൃഷ്ണൻ തന്നെ ഉണ്ടാക്കിയ നിയമങ്ങളാണ്. ഉദാഹരണമായിട്ട് ശ്രീരാമൻ്റെ കാലത്ത് ഒറ്റ ഭാര്യയാണ്. എന്നാൽ കൃഷ്ണൻ്റെ വരുമ്പോൾ കാലമെല്ലാം മാറി, കഥ തന്നെ മാറി. അപ്പോൾ കാലമെല്ലാം ഉണ്ടാക്കുന്നത് ആ കൃഷ്ണൻ തന്നെയാണ്. അപ്പം കൃഷ്ണന് ഒത്ത ഒരു സ്വഭാവമുള്ള പെൺകുട്ടിയാണ് ഞാനെങ്കിൽ, അങ്ങേക്ക് തോന്നുന്നുവെങ്കിൽ അങ്ങ് എന്ത് വേണം? എൻ്റെ കൈ വന്ന് പിടിക്കണം.
ശിശുപാലാദി വേറെ ആരും അത് ചെയ്യാതിരിക്കട്ടെ. അല്ലാതെ വേറെ ശിശുപാലനും മറ്റു ആരൊന്നും വന്ന് എൻ്റെ കൈപിടിക്കരി പിടിക്കരുത്. അപ്പം ഇത്തരം ഗുണവിശേഷങ്ങളെല്ലാം എന്നിൽ കാണുന്നുവെങ്കിൽ, അതായത് അങ്ങക്ക് യോജിച്ച ഗുണമുള്ള വിശേഷങ്ങൾ എല്ലാം എന്നിലും യോജിക്കുകയാണെങ്കിൽ അങ്ങെന്ത് വേണം? അല്ലാതെ ആരോടൊന്നും കയറിയിട്ട് കെട്ടാൻ പറയാൻ പറ്റും. എനിക്ക് ഈ യോഗ്യതകളെല്ലാം ഉണ്ട്. എന്തുകൊണ്ട്? എല്ലാം തികഞ്ഞതാണ്. അവസാനത്തെ പൂർണ്ണ അവതാരമാണ് കൃഷ്ണ. അപ്പം കൃഷ്ണൻ്റെ ഭാര്യ വിഷ്ണു തന്നെയാണ്. വിഷ്ണുവിൻ്റെ ഭാര്യ ഭഗവതി തന്നെയാണല്ലോ വന്നിരിക്കുന്നത് രുക്മിണിയായിട്ട്. അപ്പോൾ അവളെ മനസ്സിൽ തോന്നുന്നുണ്ട് എല്ലാം 100% യോജിച്ച കക്ഷി തന്നെയാണ്. അപ്പം അങ്ങേക്കും തോന്നിയാണെങ്കിൽ എന്ത് വേണം? വന്ന് കൈ പിടിക്കണം. ലജ്ജയില്ലാതെ പറയുകയാണ്. പിന്നെ 44 പറയുകയാണ്, ഹേ അജിത, വിവാഹം അടുത്ത നാൾ നടക്കുമ്പോൾ, അടുത്ത നാളാണ് വിവാഹത്തിന് നിശ്ചയിച്ചിരിക്കുന്നത്. ഭഗവാൻ എന്ത് പറയണം? വരേണ്ട വഴിയെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. ഇങ്ങനെ ഭഗവാൻ ആരും അറിയാതെ വിദർഭ രാജ്യത്തിലേക്ക് വന്നിട്ട്, ആരും അറിയാതെ ഈ രാജ്യത്തിൽ വരണം. സേനാപതികളായിട്ടെല്ലാം തന്നെ വരണം. എന്നിട്ട് എന്ത് വേണം? പരിവൃതനായിട്ട് നിന്ന് ചേതി രാജാക്കന്മാരെയും മഗധ രാജാവിൻ്റെയും സേനകളെ, ചേതി രാജാവിൻ്റെയും മഗധ രാജാവിൻ്റെയും സേനകളെ തകർത്തിട്ട് ഭഗവാന്റെ വീരോദിതമായ പ്രവർത്തനങ്ങളിലൂടെ എന്നെ രാക്ഷസമെന്ന വിധി പ്രകാരം ബലാത്കാരേണ വേട്ടുകൊണ്ടു പോവുക. അപ്പോൾ ഈ വീരകൃത്യമെല്ലാം കാണിച്ച് ആ സേനകൾ 2 രാജാക്കന്മാരുടെയും സേനകളെയെല്ലാം വധിച്ചിട്ട്, സ്വയംവരം പന്തലിൽ എല്ലാവരും ഉണ്ടാവുമല്ലോ, അവരെ എല്ലാ സേനകളെയും വധിച്ചിട്ട് എന്ത് വേണം? രാക്ഷസം എന്ന വിധി പ്രകാരം, ഈ തട്ടിക്കൊണ്ടുപോകുന്ന വിധി പ്രകാരം അന്നുണ്ടാക്കി വെച്ചതാണ് ഈ തട്ടിക്കൊണ്ടുപോകുന്നത്. ആര്? പുതിയൊരു വിവാഹ രീതി ആര്? കൃഷ്ണൻ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. എന്ത് വേണം? ആ വിധി പ്രകാരം ബലാത്കാരേണ എന്നെ പിടിച്ചുകൊണ്ട് പോകണം. വഴിയെല്ലാം പറയുകയാണ്. ഇനി 42 വേറെ ഒരു അന്തപുരത്തിനകത്ത് ഒതുങ്ങിക്കഴിയുന്ന എന്നെ ബന്ധുജനങ്ങളെ വധിക്കാതെ എങ്ങനെയാണ് കൊണ്ടുപോവുക എന്നാണെങ്കിൽ, ഞാനിപ്പോൾ അന്തപുരത്തിൻ്റെ അകത്തിരിക്കുന്നതാണ്. പുറത്തൊന്നും വരാൻ വഴിയൊന്നുമില്ല, വീട്ടിൻ്റെ അകത്താണ്. അടങ്ങി ഒതുങ്ങി കഴിയുന്നതാണ് ആര്? രുക്മിണി. അങ്ങനെയുള്ള എന്നെ വീട്ടിൽ കയറി പിടിച്ചോണ്ട് വേണ്ടിക്ക് എല്ലാവരെയും വധിക്കേണ്ടി വരുമല്ലോ. അച്ഛനെയും അമ്മേനെയും എല്ലാം വധിച്ചിട്ടല്ലേ എടുത്തു കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അങ്ങനെ വല്ല ശങ്കയുണ്ടെങ്കിൽ അതിനുള്ള വഴി ഞാൻ പറഞ്ഞു തരാമെന്ന് പറയുകയാണ്. എന്ത്? അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് വേൽക്കുക എന്നാണെങ്കിൽ, അതിന് തൊട്ട് മുമ്പുള്ള ഒരു വഴി പറയാം. അതിന് തൊട്ട് മുൻപ് എന്തുണ്ട്? വിവാഹത്തിൻ്റെ തൊട്ട് മുൻപ് കുലദേവതകളുടെ ക്ഷേത്രത്തിലേക്കൊരു യാത്രയുണ്ട്. കുലദേവതകളുടെ ചിലപ്പോൾ രാവിലെ പോയി ഈ അമ്പലത്തിലെല്ലാം തൊഴുന്നുണ്ട്. കല്യാണമായ ദിവസം രാവിലെ അമ്പലത്തിൽ പോയി തൊഴുതിട്ടെല്ലാം വരുക. അതുപോലെ നേരത്തെ കുലദേവതകളുടെ ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഒരു പരിപാടിയുണ്ട്. ആ യാത്രയിൽ എന്തിനും ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. നവവധു മാത്രം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒറ്റക്ക് പോയിട്ട് പാർവതിയെ തൊഴുതിട്ട് വരണം. ഒറ്റക്ക് പോയിട്ട് നവവധു ഒറ്റക്ക് പോയി പാർവതീൻ്റെ ക്ഷേത്രത്തിൽ പോയിട്ട് തൊഴുതു പോകണമെന്നൊരു വകുപ്പുണ്ട്. അത്രയും പറഞ്ഞു വെച്ച് ഇനി വേണ്ടുന്നവരെ ആലോചിച്ച് ചെയ്തോന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഹേ ചെന്താമരക്കണ്ണ, എൻ്റെ ചെറിയൊരു ഭീഷണിയും കൂടി ഉണ്ട് 43. ഹേ ചെന്താമരക്കണ്ണ, യാതൊരു ഭഗവാന്റെ തൃപ്പാദത്തിലെ പൊടിയാൽ പരമശിവൻ അടക്കമുള്ള എല്ലാവരും തങ്ങളുടെ അജ്ഞാനത്തെ അകറ്റുവാൻ ആഗ്രഹിക്കുന്നുവോ, ആ അങ്ങയുടെ തൃപ്പാദത്തിലെ പൊടി കൊണ്ടാണ് എല്ലാ ദേവഗണങ്ങളും അവരുടെ അജ്ഞാനത്തെ അകറ്റുന്നു. അങ്ങനെയുള്ള ഭഗവാന്റെ പ്രസാദത്തെ ലഭിക്കാത്ത പക്ഷം, അങ്ങനെയുള്ള ഭഗവാന്റെ പ്രസാദത്തെ ലഭിക്കാത്ത പക്ഷം വ്രതങ്ങൾ കൊണ്ട് കൃഷയായി തീർന്നിരിക്കുന്ന ഞാൻ പ്രാണനെ വെടിഞ്ഞേക്കാം. ആകെ വ്രതം എടുത്തിട്ട് മെലിഞ്ഞിരിക്കുകയാണ് ഞാൻ.
ഞാൻ ചിലപ്പം പ്രാണൻ തന്നെ നഷ്ടപ്പെട്ടേക്കാം എന്നെ വന്ന് രക്ഷിച്ചിട്ടില്ലെങ്കിൽ. ഒരു ഭീഷണിയും കൂടി അതിൻ്റെ കൂട്ടത്തിൽ വെച്ചിരിക്കുകയാണ്. എന്ത് വേണം? എൻ്റെ പ്രസാദത്തെ, ഭഗവാന്റെ പ്രസാദത്തെ. അപ്പം ഭഗവാന്റെ പ്രസാദം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രസാദം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലക്ഷ്യമാണ്. ഭഗവാന്റെ പ്രസാദം ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ നമ്മുടെ ലക്ഷ്യം സാധിക്കലാണ്. അമ്പലത്തിൽ പോയാൽ എനിക്കൊരു ജോലി വേണമെന്ന് പറഞ്ഞുകൊണ്ട് അമ്പലത്തിൽ പോയാൽ ഭഗവാന്റെ പ്രസാദം ലഭിക്കുക എന്ന് പറഞ്ഞാൽ അപ്പോയിൻമെൻ്റ് ഓർഡർ പൂജാരി എടുത്ത് കയ്യിൽ തരും. ഇന്നാളെ കല്യാണം കഴിക്കണം എന്നുള്ള ഒരു ആഗ്രഹവുമായിട്ട് ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ പ്രസാദം, ഭഗവാന്റെ പ്രസാദം ലഭിക്കുക എന്ന് പറഞ്ഞാൽ ആ താലിയും എടുത്ത് തരും. നീ പോയി കെട്ടിക്കോ, ഞാനെല്ലാം പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്, നീ പോയി കെട്ടിയാൽ മതി. ഇതാണ് പ്രസാദം. അല്ലാതെ അവിടെ നിന്ന് എന്തൊക്കെ ഒരു സാധനം ഇങ്ങനെ പൊതിഞ്ഞു കെട്ടി തന്നു കഴിയുന്നതും പ്രസാദമൊന്നുമല്ല. ഇതെല്ലാം ദുർവ്യാഖ്യാനിക്ക് വെച്ചിരിക്കുകയാണ്. ഭഗവാന്റെ പ്രസാദം ഇതൊന്നും അല്ല നമുക്ക് കിട്ടേണ്ടത്. നമുക്ക് കിട്ടേണ്ടത് എന്താണ്? നമ്മൾ പോയിട്ട് ജോലിക്ക് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പ്രസാദം, നമ്മൾ ആഗ്രഹം സാധിപ്പിച്ചു തരിക. രോഗമാണെങ്കിൽ പോയി കഴിഞ്ഞാൽ ഗുളിക, അതിനായി ഈ മരുന്ന് കഴിച്ചാൽ മതി. വന്ന് അത് കഴിച്ചു കഴിഞ്ഞാൽ രോഗം മാറണം. ഇതാണ് പ്രസാദം കൊണ്ട് അർത്ഥം. ഭഗവാൻ പ്രസാദിച്ചിരിക്കുന്നു, നിന്റെ കാര്യം സാധിപ്പിച്ചിരിക്കുന്നു. ഇത് എല്ലാവർക്കും കൊടുത്തിട്ട് കുറേ ഇത് സാധനം ഇങ്ങനെ കൊടുത്തിട്ട് എല്ലാവരെയും സാധിപ്പിച്ചെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒറ്റയൊരു പ്രസാദമാണ് കൊടുത്തു വിട്ടിരിക്കുന്നത്. എന്താണ് അർത്ഥം? ഇതിനെല്ലാം വലിയ അർത്ഥങ്ങളുണ്ട്. അതൊന്നും മനസ്സിലാക്കാതെ ഭഗവാന്റെ പ്രസാദം കിട്ടി, ഇനി ഇതും കൊണ്ട് നടന്നു കഴിഞ്ഞാൽ നമ്മളെ കാര്യം സാധിക്കുക, അതൊന്നുമല്ല പ്രസാദം. നമ്മുടെ ലക്ഷ്യം സാധിക്കുകയാണ് പ്രസാദം. ഭഗവാന്റെ പ്രസാദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കാര്യം സാധിക്കുക. ഇത് കിട്ടിയോണ്ട് സാധിക്കുമോ? ഉറപ്പുണ്ടോ? 100% പേർക്കും സാധിക്കുന്നുണ്ടോ? നമ്മൾ അതിൻ്റെ അർത്ഥത്തിലല്ല മനസ്സിലാക്കുന്നതെന്ന് പറയാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. ഓരോന്നിനും ഓരോ അർത്ഥങ്ങൾ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ബ്രാഹ്മണൻ, ഇത് ബ്രാഹ്മണൻ പറയുകയാണ്, അല്ല കഴിഞ്ഞില്ല, വ്രതങ്ങൾ കൊണ്ട് കൃഷയായി തീർന്ന ഞാൻ പ്രാണനെ വെടിഞ്ഞേക്കാം. എന്നിട്ട് അങ്ങനെ അനേക ജന്മങ്ങളിൽ ഈ പ്രസാദം ഉണ്ടാകും. എന്നിട്ട് ഈ ജന്മത്തിൽ ഉണ്ടായില്ലെങ്കിൽ അടുത്ത ജന്മത്തിലും ഞാൻ ഇങ്ങനെ തന്നെ നടക്കും. കാര്യം നടയില്ലെങ്കിൽ പിന്നെയും മരിക്കും, എന്നിട്ട് പിന്നെയും നടക്കും. അവസാനം എനിക്ക് ഭഗവാന്റെ പ്രസാദം ലഭിക്കുമെന്ന് പറഞ്ഞാൽ എൻ്റെ കാര്യം സാധിക്കും. ഇതാണ് പ്രസാദത്തിൻ്റെ അർത്ഥം. ഇങ്ങനെ പ്രസാദം ഉണ്ടാകും. ഇങ്ങനെ ജനിച്ച് മരിച്ച് അവസാനം എൻ്റെ ലക്ഷ്യം നേടും. പ്രസാദം അങ്ങനെയാണ്. ഈ പ്രസാദം ഉണ്ടാകും. ഇനി 44 ബ്രാഹ്മണൻ പറയുകയാണ്, ഭഗവാനെ ഈ വിധമുള്ള ശുദ്ധ സന്ദേശം കൊണ്ട് ആണ് ഞാൻ വരപ്പെട്ടിട്ടുള്ളത്. അവർ കൈമാറി ചെയ്യുന്ന രുക്മിണി തന്ന ശുദ്ധമായ സന്ദേശമാണ് കൊണ്ടുവരപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങ് എന്ത് ചെയ്യണം? ഇക്കാര്യത്തിൽ ഉചിതമായ തീരുമാനം, അല്ല തീരുമാനിക്കേണ്ടത്, ഉചിതമായി ആലോചിച്ചിട്ട് ഉടനെ തന്നെ വേണ്ടത് ചെയ്യണം. മധ്യസ്ഥം പറയാൻ പോകുന്നവരെ, സന്ദേശം പറയാൻ പോകുന്നവരുടെ ദൂതൻ്റെ ജോലി എന്താണ്? ഇത് പറയുക, എന്നിട്ട് എന്ത് വേണം? ഇത് വെച്ച് ഉചിതമായ തീരുമാനമെടുത്തിട്ട് ഉടനെ വേണ്ടത് ചെയ്യുക. ഇതാണ് ദൂതൻ്റെ കാര്യം. അത് ഈ ബ്രാഹ്മണൻ നിറവേറ്റുകയും ചെയ്തു.